ട്രംപിന്റെ അടുത്ത വാർത്താ സമ്മേളനം, അടുത്ത പ്രസ്താവന നമ്മൾ പ്രതീക്ഷിക്കണം ഏത് നിമിഷവും. അല്പം മുമ്പാണ് ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് ഖമനേയി കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം പുറത്തുവിടുന്നത്. അത് പൂർണ്ണമായും നിഷേധിക്കുന്ന പശ്ചാത്തലമുണ്ട് ഇറാന്റെ ഭാഗത്ത് നിന്ന്. ഖമനേയുടെ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഖമനേയുടെ വീഡിയോ സന്ദേശമോ ഖമനേയുടെ ശബ്ദ സന്ദേശമോ ഒന്നും പുറത്തു വരുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഖമനേയുടെ ബന്ധുക്കൾ, മകളടക്കമുള്ള ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം ഇറാൻ സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഏറെ നിർണായകമായ ഒന്നാണ്. ഏതായാലും വലിയ യുദ്ധം ആ മേഖലയിൽ സംഭവിക്കുന്നു. ഇറാന്റെ തിരിച്ചടി എത്രത്തോളം ഫലപ്രദമാണ് എന്നുള്ളത് കൂടി കാത്തിരുന്ന് കാണേണ്ടി വരും. ഇറാൻ ടാർഗറ്റ് ചെയ്യുന്നത് തൊട്ടടുത്തുള്ള ഗൾഫ് രാജ്യങ്ങളെയാണ്. അമേരിക്കയുടെ സഖ്യകക്ഷികളായ ഗൾഫ് രാജ്യങ്ങളെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അവിടെ മിസൈലുകളുടെ ഭാഗങ്ങൾ വീണാണ് പല സ്ഥലങ്ങളിലും ആക്രമണവും ഈ പറഞ്ഞ പോലെ തീയും പുകയും മറ്റും ഉണ്ടാകുന്നത്. മിസൈലുകൾ പൂർണ്ണമായും തകർക്കുന്ന പശ്ചാത്തലം അവിടെയുണ്ട്. ഒരു ഏഷ്യൻ വംശജൻ, പാകിസ്ഥാൻ വംശജൻ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ പുറത്തുവിടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി ആ വിവരം പുറത്തു വന്നിരുന്നു. മറ്റു നാശനഷ്ടങ്ങൾ കാര്യമായി ഉണ്ടായിട്ടില്ല. കുവൈറ്റിലെ വിമാനത്താവളങ്ങളിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഭാഗികമായ ആക്രമണം മാത്രമാണ്. ദുബായിലേക്കും ഇത്തരത്തിലുള്ള ആക്രമണം ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ടോ? അങ്ങനെ ഗൾഫ് രാജ്യങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഇറാന്റെ നീക്കത്തിന് എത്ര മണിക്കൂറിന്റെ ആയുസ് ഉണ്ടാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും തിരിച്ചടിക്കാൻ തങ്ങൾക്കും അർഹതയുണ്ട് എന്ന് കുവൈറ്റും സൗദിയും അടക്കമുള്ള രാജ്യങ്ങൾ വ്യക്തമാക്കിയ പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അങ്ങനെ മറ്റൊരു തലത്തിലേക്ക് ഈ യുദ്ധം മാറുന്നു. ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് തങ്ങൾ രണ്ടാം ഘട്ടം ആരംഭിക്കുകയാണ് യുദ്ധത്തിൻ്റെ. അതായത് നേരത്തെ ഇറാന്റെ തലസ്ഥാനത്തെ മാത്രമാണ് ആക്രമിച്ചതെങ്കിൽ മറ്റു മേഖലകളിലേക്ക് കൂടി യുദ്ധം വ്യാപിപ്പിക്കുകയാണ് എന്നുള്ള വിവരം കൂടി പുറത്തുവിടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ UK കൂടി ഇതിൻ്റെ ഭാഗമാവുകയാണ്. അജയ്, അതാണ് UK കൂടി ഇപ്പോൾ ഇതിൻ്റെ ഭാഗമാകുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അതായത് 3 രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന്, ലോകശക്തികളായ 3 രാജ്യങ്ങൾ, അമേരിക്ക, ബ്രിട്ടൻ, ഒപ്പം ഇസ്രായേൽ, ഇറാനെ ആക്രമിക്കുന്ന പശ്ചാത്തലം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുരുതരമാണ്. അവരുടെ തിരിച്ചടിക്ക് എത്ര മണിക്കൂറിന്റെ ആയുസ് ഉണ്ടാകുമെന്നുള്ളതാണ് കാത്തിരുന്നു കാണേണ്ടത്. ഇപ്പോഴും പുറത്തു വരുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ഇറാന്റെ യുദ്ധ സംവിധാനങ്ങൾ അത് പലതും നശിച്ചിട്ടില്ല. ഒന്ന് ദയവായി തുടരണം അജയ്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ബഹ്റിനിലെ ഒരു കെട്ടിടത്തിൽ ഡ്രോൺ പതിക്കുന്ന ദൃശ്യങ്ങളാണ്. അതിലേക്ക് ഒന്ന് പോകാം. നേരത്തെ പറഞ്ഞതുപോലെ ഗൾഫ് രാജ്യങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഇറാന്റെ നീക്കം അത് ഗൗരവതരമായ ഒന്നാണ്. നമുക്കറിയാം, അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഈ പ്രദേശങ്ങൾ, മിഡിൽ ഈസ്റ്റ് പ്രദേശങ്ങളിൽ ഉണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അമേരിക്കയെ നേരിട്ട് ആക്രമിക്കുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ള ഒന്നല്ല. അതിന് പകരം അമേരിക്കയുടെ സഖ്യത്തിലുള്ള രാജ്യങ്ങളെ ആക്രമിക്കുക എന്ന തരത്തിലാണ് ഇപ്പോൾ ഇറാൻ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് സംശയമില്ലാത്ത കാര്യമാണ്. വലിയ പ്രത്യാഘാതം ഇറാനിൽ സൃഷ്ടിക്കും എന്നതിൽ. അജയ്, ഈ പറഞ്ഞതുപോലെ 3 രാജ്യങ്ങളുടെ ആക്രമണം ഇറാൻ ഫേസ് ചെയ്യുന്ന സാഹചര്യം, അതിനെ എത്രത്തോളം പ്രതിരോധിക്കാൻ സാധിക്കുമെന്നുള്ളതും പ്രധാനമാണല്ലോ. തീർച്ചയായിട്ടും ഇപ്പോൾ പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ഇറാന്റെ ഒരു ആർമി ബേസുകൾ പലതും നശിച്ചു. എന്നാലും ഇപ്പോഴും അവർക്ക് ഒരു തിരിച്ചടിക്കുള്ള കരുത്ത് ഉണ്ട് എന്ന് തന്നെയാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോഴും കടുത്ത രീതിയിൽ ഇറാനുള്ളിലേക്ക് ആക്രമണങ്ങൾ തുടരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണവും. അതുപോലെ തന്നെ ഇറാന്റെ ഭാഗത്തു നിന്ന് ഇന്നലെ ഇറാനിയൻ അംബാസിഡർ UN സെക്യൂരിറ്റി കൗൺസിലിൽ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഡീലുമായി ബന്ധപ്പെട്ടിട്ടുള്ള നെഗോസിയേഷൻസ് നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു വലിയ ആക്രമണം അത് ഇസ്രായേലിൻ്റെയും അതുപോലെ തന്നെ US-ൻ്റെയും ഭാഗത്തു നിന്നുണ്ടായത്. ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായിട്ടുള്ള ലംഘനമാണ് എന്നാണ് ഇറാൻ UN സെക്യൂരിറ്റി കൗൺസിലിൽ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. UK ഇന്നലെ തന്നെ ഒരു കാര്യം അവർ സൂചിപ്പിച്ചിരുന്നു. അതായത് ഒരിക്കലും ഈ ഇറാനെ ആണവായുധം കൈവശം വയ്ക്കാൻ അനുവദിക്കരുത്, ആണവായുധങ്ങൾ ഒരിക്കലും നിർമ്മിക്കാൻ അവരെ അനുവദിക്കരുത് എന്ന് UK ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ UKയും തീർച്ചയായിട്ടും ഈ ഇസ്രായേലിൻ്റെയും അതുപോലെ തന്നെ അമേരിക്കയോടും ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാട് തന്നെയാണ് വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഇറാൻ്റെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ചെയർമാനായിട്ടുള്ള അലി ലാരിജാനി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഇപ്പോൾ ഖമനേയി കൊല്ലപ്പെട്ടാൽ
ഇദ്ദേഹത്തിനെയാണ് കൂടുതൽ ചുമതലകൾ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹം ഈ അധികാരത്തിൽ എത്താനുള്ള സാധ്യതകൾ പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു ഇറാൻ്റെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ നേതാവായിട്ടുള്ള അലി ലാരിജാനി. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ മരണവും അത് തീർച്ചയായിട്ടും ഇസ്രായേലിനെയും അതുപോലെ തന്നെ US-നെയും സംബന്ധിച്ചിടത്തോളം നിർണായകം തന്നെയാണ്. ഇറാൻ്റെ പല ഉന്നത ഭരണാധികാരികളും കൊല്ലപ്പെട്ടു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതിൽ അവരുടെ പ്രതിരോധ മന്ത്രി ഉൾപ്പെടെ മരണപ്പെട്ടതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അവരുടെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ആമിർ നാസിർ സാദെ കൊല്ലപ്പെട്ടതായിട്ട് വിവരങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡറായിട്ടുള്ള മുഹമ്മദ് പക്ബർ കൊല്ലപ്പെട്ടതായിട്ട് വിവരമുണ്ട്. ഇതിൻ്റെ മുൻ കമാൻഡറും ഇപ്പോൾ ഒരു സർക്കാർ ഒഫീഷ്യലുമായിട്ടുള്ള അലി ഷംഖാനി കൊല്ലപ്പെട്ടതായിട്ട് ചില വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇറാൻ്റെ പല ഭരണാധികാരികളെയും അവരുടെ പല ഒരു സെക്യൂരിറ്റി കൗൺസിൽ സേനാംഗങ്ങളെയും എല്ലാവരെയും കൊല്ലപ്പെട്ടതായിട്ടാണ് നിലവിൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ നമുക്ക് മറ്റു ചില ദൃശ്യങ്ങൾ കൂടി നേരത്തെ പറഞ്ഞ പോലെ പല വിമാനത്താവളങ്ങളിലും ഗൾഫ് മേഖലയിലെ ഇറാന്റെ ആക്രമണമുണ്ട്. ഇതിപ്പോൾ കുവൈറ്റ് വിമാനത്താവളത്തിൽ നിന്നുള്ള ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. കുവൈറ്റിലെ വിമാനത്താവളത്തിൽ മിസൈലുകളുടെ ചില ഭാഗങ്ങൾ പതിക്കുക മാത്രമാണ് ചെയ്തത് എന്ന വിവരം കൂടി പുറത്തു വന്നിരുന്നു. പൂർണ്ണമായും ഒരു ആക്രമണം വിമാനത്താവളത്തിലേക്ക് ഉണ്ടായിട്ടില്ല എന്നാണിപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ അവിടുന്ന് ചില യാത്രക്കാരും ഒക്കെ അറിയിക്കുന്നുണ്ട്. വിമാനത്താവളം തകർത്ത് തരിപ്പണമാക്കി എന്നൊന്നും പറയാൻ സാധിക്കില്ല. ഡ്രോൺ അറ്റാക്കിൽ ഒരു ചെറിയ കേടുപാട് മാത്രം ആണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. പക്ഷേ യാത്രക്കാരെ പരിഭ്രാന്തരാക്കാനും ജനങ്ങളിൽ ഭീതി പടർത്താനും വ്യോമഗതാഗതമടക്കം തടസ്സപ്പെടാനും ഒക്കെ അത് മതിയാകും. കാരണം ചെറിയ സ്ഫോടനങ്ങൾ പോലും, ചെറിയ തീ പോലും, ചെറിയ ഫയർ പോലും പരിഭ്രാന്തി ഉണ്ടാക്കും, വിമാനത്താവളത്തിന്റെ സുരക്ഷിതത്തെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദുബായ്, അബുദാബി വിമാനത്താവളങ്ങൾക്ക് നേരെ ഇന്നലെ രാത്രി ആക്രമണമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരാൾ ഈ ആക്രമണത്തിൽ മരിച്ചു എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരങ്ങളാണ്. 11 പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്. അബുദാബി സായിദ് രാജ്യാന്തര വിമാനത്താവളത്തിലാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായത്. ഒരു ഏഷ്യൻ വംശജൻ, പാകിസ്ഥാൻ വംശജൻ ഇതുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെടുന്ന പശ്ചാത്തലമുണ്ടായി. വിമാനത്താവളത്തിൽ അടിയന്തരമായി സുരക്ഷാ സേനയെ വിന്യസിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോൾ ഏതാണ്ട് ഏകോപിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം. പരിക്കേറ്റവർക്ക് ആവശ്യമായ അടിയന്തര വൈദ്യസഹായം നൽകി. മേഖലയിൽ നിലനിൽക്കുന്ന സംഘർഷാവസ്ഥയെ തുടർന്നുണ്ടായ സാഹചര്യങ്ങൾ വിമാനത്താവളങ്ങളിൽ ലക്ഷ്യം വെക്കാൻ ഇറാനെ പ്രേരിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. രാജ്യം ലക്ഷ്യമാക്കി വന്ന, അതായത് ദുബായ്, ഗൾഫ് രാജ്യങ്ങൾ ലക്ഷ്യമാക്കി വന്ന 137 മിസൈലുകളിൽ 132 എണ്ണവും 209 ഡ്രോണുകളിൽ 195 എണ്ണവും വ്യോമ പ്രതിരോധ സേന തകർത്തു എന്നാണ് UAE ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ശേഷിച്ചവ കടലിലും രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലും പതിച്ചു എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവയുടെ അവശിഷ്ടങ്ങളാണ് ഈ ജനവാസ മേഖലയിൽ പതിച്ചിട്ട് ഒരു പരിഭ്രാന്തിയും മറ്റും സൃഷ്ടിച്ചത്. അല്ലാതെ മറ്റൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ UAE പോലുള്ള രാജ്യങ്ങളിൽ ഇല്ല. ജനങ്ങളെയും രാജ്യത്തെയും സംരക്ഷിക്കുന്നതിനായി ഏത് തരത്തിലുള്ള തിരിച്ചടിക്കും തങ്ങൾക്ക് അവകാശമുണ്ട് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് UAE ഭരണാധികാരി. സംഭവത്തിൽ ആരും പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല, സംയമനം പാലിക്കണം എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ജനങ്ങളോട് ആത്മവിശ്വാസത്തോടെ തുടരാനാണ് ഇപ്പോൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.